ഒരു കവിത നോക്കിയാലോ? ഞാൻ പാടിത്തരുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ബാക്കി ലൈൻസ് ഉണരുന്ന ഏത് മലയാളിക്കും കാണാപ്പാടായ കവിതയാണത്. മലയപ്പുലയന മാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു, മനതാരിലാശകൾ പോലതിലോരോരോ മരതക കൂമ്പ് പൊടിച്ചു വന്നു, അരുമക്കിടാങ്ങളിൽ ഒന്നായതിനെയും അഴകിപ്പുലക്കള്ളിയോ മനിച്ചു. നമുക്കൊന്നും ചിന്തിക്കാൻ വയ്യാത്ത ഒരു കാലത്തെയാണ് ആ കവിതയിൽ കാണുന്നത്. അതായത് മലയപ്പുലയൻ തൻ്റെ കുടിലിൻ്റെ മുറ്റത്ത് വാഴ നട്ടിട്ട് അഴകപ്പുലക്കള്ളി തൻ്റെ മക്കളിൽ ഒരാളായിട്ട് അതിനെ ഓമനിച്ച് വളർത്തുന്ന എന്ത് രസമാണ് കവിത. ഓർക്കുന്നുണ്ടോ? എന്തെല്ലാം ചെയ്താലും പകലൊക്കെ പൈതങ്ങൾ ആ വാഴത്തൈ തണൽ പരവതാനിക്കുമേൽ ചെന്നിരിക്കും, പൊരിയും വയറുമായി ഉച്ചക്കോടും വയിൽ ചൊരിയുമ്പോഴെഴുതപ്പുലക്കിടങ്ങൾ അവിടെ കിടന്നു കളിപ്പതു കാൺകിലേ അലിയാത്ത ഹൃത്തു മലിഞ്ഞു പോകും. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഥാപ്രസംഗമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ചങ്കമ്പുഴിയുടെ വാഴക്കുല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ നമുക്ക് ഈ കഥാപ്രസംഗം പറയും, നമ്മൾ പറയല്ലാതെ നമുക്ക് യഥാർത്ഥത്തിൽ അത് ഇപ്പോൾ മനസ്സിൽ കാണാൻ പറ്റുമോ അങ്ങനെ ഒരു രംഗം? അതായത് ചങ്ങമ്പുഴ എഴുതുന്ന വരികൾ ഇങ്ങനെയാണ്: അവശന്മാരാർത്തന്മാരാലംബഹീനന്മാർ അവരുടെ സങ്കടമാരറിയാൻ, അവരർത്ഥനഗ്നന്മാരാധവമഗ്നന്മാർ അവരുടെ പട്ടിണി എന്നു തീരാൻ, അവർ ആർദ്രചിത്തന്മാർ അപഹാസപാത്രങ്ങൾ അവരുടെ ദുരിതങ്ങൾ എന്നൊടുങ്ങാൻ, ഇടതിങ്ങി നിറയുന്നു നിയമങ്ങൾ നീതികൾ ഇടമില്ലവർക്കൊന്നു കാലുകുത്താൻ. ഇങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഓർക്കുന്നത് വളരെ നല്ലതാണ്. ഇതെന്നെ ഇന്ന് ഓർപ്പിച്ചതുണ്ടല്ലോ. ഇന്നൊരു മരണം ഉണ്ടായി. എനിക്കത് അങ്ങനെ അങ്ങ് മറന്നു കളയാൻ പറ്റാത്ത ഒരു കാര്യം. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ 200 എപ്പിസോഡുകൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച കുറേ മരണങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബാബുച്ചായൻ എന്ന് പറയുന്നത് ഇതുപോലെ ആഗോളതലത്തിൽ പോകുന്ന ഒരു പരിപാടിയിൽ അത്ര പ്രശസ്തനൊന്നുമല്ല. ഞങ്ങൾ കോട്ടയംകാരുടെ സ്വന്തമായിരുന്നു. ഇടതുപക്ഷ പാർട്ടികൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ചെന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. കർഷക സംഘത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ ഇടതുപക്ഷം എന്നതോ വലതുപക്ഷം എന്നതോ അല്ല ഇന്ന് ഞാൻ ഈ രാനേരത്ത് ഈ കവിതയും ഒത്ത് ചിന്തിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച്. അതായത് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇടതുപക്ഷം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ അടിസ്ഥാന പക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നതിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്നില്ലേ എന്ന് ഒരിക്കലും ഒരു ചോദ്യം ചോദിച്ചു. അന്ന് അദ്ദേഹം തന്ന ഒരു മറുപടി അതാണ് ഇപ്പം എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് വിട ചൊല്ലിക്കൊണ്ട് ബാക്കി നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത്? ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ തുടങ്ങിയ കാലത്തെ അടിസ്ഥാന അവരെന്തായിരുന്നു നിങ്ങൾക്കറിയോ? തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഏത് നിമിഷം കൊലപ്പെടുക, അവർക്ക് ഒരു വീടില്ല, കുടിയില്ല, എവിടെയില്ല അടിമയായിട്ട് വേണേൽ ഭാര്യ വേറെ വയ്ക്കാം, കുട്ടികളെ വേറെ നിൽക്കാം. അത് ഇവിടെ അടുത്ത് ഞാൻ ഈ താമസിക്കുന്ന തൊട്ടടുത്ത് കുമരകം മുതലായ സ്ഥലങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരുന്ന സംഭവമാണ് ഈ പറയുന്നത്. അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ തൊഴിലാളികൾക്ക് ഓവർ ടൈമോ അതൊന്നും ഓർമ്മ പോലുമില്ല. എപ്പോൾ വെളുപ്പിനെ ഇറങ്ങിയാൽ അവർക്ക് തോന്നും വരെ പണിയുക, ഭക്ഷണം കഴിക്കേണ്ട, ഒന്നും ബാധകമല്ല. ശരിക്കും മൃഗങ്ങളെപ്പോലെ പണിയിക്കുക. ഇതിനൊക്കെ അറുതി വന്ന് നമ്മൾ ശരിക്കും കുറേ സുഖമായിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാന വർഗം എന്നൊക്കെ പറയാനായിട്ട് ഇങ്ങനെയൊക്കെ പറ്റും. ശരിക്കുള്ള അടിസ്ഥാന വർഗം എന്തായിരുന്നു എന്നറിയുമെന്ന് അതൊരു ചോദ്യമാണ്. അപ്പം ഞാനിപ്പോൾ ഈ സമയത്ത് ഓർക്കുന്നത് ഇതൊന്നുമല്ല. അങ്ങനെയെല്ലാം പ്രവർത്തിച്ച ഒരാൾ മറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇടയിലും ഉണ്ടാവാം ഇതുപോലെ പല കാര്യങ്ങളും. ഇന്നലകളിൽ എന്തായിരുന്നു എന്ന് നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ. അത് നമ്മളുടെ കുടുംബമാകാം, നമ്മളുടെ ഒരു കൂട്ടായ്മയാകാം. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് വലുതായി വന്ന കുടുംബത്തിൽ പലപ്പോഴും കാണത്തില്ല. ഒരു 3rd ജനറേഷനൊക്കെ ആകുമ്പോൾ തലമറന്ന് എണ്ണ തേക്കുക എന്നുള്ള ഞങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഒന്ന് തിരിച്ച് ചിന്തിക്കാനായിട്ട് ഇത്തരം ആൾക്കാർ മറഞ്ഞു പോകുമ്പോഴെങ്കിലും നമ്മൾ ഓർക്കണം യഥാർത്ഥത്തിൽ ഇന്നലകളിൽ ഇവിടെ എന്തായിരുന്നു. നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്ന സന്തോഷങ്ങൾ, സൗഖ്യങ്ങൾ, ഭാഗ്യങ്ങൾ, പരിഷ്കാരങ്ങൾ ഇതെന്താണ്? ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കടമയില്ലേ?
എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇതിവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വേണ്ട എന്ന് പറയുന്നത് ശരിയാണോ? ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ലാൽസലാം പറഞ്ഞു വിടുമ്പോൾ ഫെയർവെൽ ടു ആംസ് എന്നുള്ള കൃതിയിൽ ഹെമിംഗ്വേ പറയുന്ന ഒരു വാചകം കൂടി, മനുഷ്യർ ലോകത്തിലേക്ക് ഇത്രയധികം ധീരതയും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ലോകത്തിന് അവരെ തകർക്കാൻ വേണ്ടി മാത്രം, വേറെ കാര്യത്തിലൊന്നുമല്ല, പക്ഷേ തകർന്ന ഇടങ്ങളിൽ അവർ കൂടുതൽ കരുത്തു നേടുന്നു. നമ്മൾ ഇന്നലകളിലേക്ക് ചിന്തിക്കുക, ആരോടൊക്കെയോ നന്ദി പറയാനുണ്ടെന്ന് തിരിച്ചറിയുക. നമ്മൾ ഈ പിടിച്ചു നിൽക്കുന്ന ഓരോ തുരുമ്പും അല്ലെങ്കിൽ കാലൊടിച്ചു വയ്ക്കുന്ന ഓരോ ഇടവും ആരൊക്കെയോ നേടിത്തന്നതാണ് എന്ന് തിരിച്ചറിയുക. അവരോട് ഏറ്റവും ബഹുമാനവും സ്നേഹവും സമയം കളയാനില്ല എന്ന തിരിച്ചറിവ്, അതാണ് ഈ ശുഭരാത്രി നേരത്ത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ശുഭരാത്രി.